പ്രിയ സ്നേഹിതരെ, മഴക്കാലത്ത് മഴ അല്പം തോർന്നിരിക്കുമ്പോൾ നമ്മുടെ വീടിന് പുറത്തേക്ക് നോക്കാമെങ്കിൽ വീടിന് ചുറ്റുപാടും പറമ്പിൽ പലയിടത്തും വഴിയിലും ഒക്കെ അവിടെയായി അല്പം വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. അതിന് കാരണം ആ വെള്ളം കെട്ടിക്കിടക്കുന്നിടം അല്പം കുഴി പോലെ ഉള്ളത് കൊണ്ടാണ് ഒഴുകിപ്പോകാതെ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിന് ചുറ്റും ഇങ്ങനെയുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ അല്പം നേരം നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് കുരുവികൾ, മൈന, കാക്ക എന്നിവയൊക്കെ ആ വെള്ളത്തിനരികിലേക്ക് വന്നിരുന്നിട്ട് തൻ്റെ ചിറകിട്ടടിച്ച് ആ വെള്ളം തെറിപ്പിച്ച് ദേഹത്തൊക്കെ വരുത്തുന്നത് കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ കിളികൾ കുളിക്കുകയായിരിക്കും എന്നാണ്. നമ്മൾ കുളിക്കുന്നത് പോലെ അല്ല കിളികൾ കുളിക്കുന്നത്. നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുന്നു, ഷവറിൻ്റെ കീഴയിൽ നിന്നോ പൈപ്പിൻ്റെ കീഴയിൽ നിന്നോ ആറ്റിൽ ചാടിയോ ഒക്കെ നമ്മൾ കുളിക്കും. എന്നാൽ ദൈവം കിളികൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവും അറിവും അനുസരിച്ച് അവ എന്ത് ചെയ്യുന്നു? തൻ്റെ ചിറകിട്ടടിച്ച് ദേഹത്ത് വെള്ളം തെറിപ്പിച്ച് അതിന് ദേഹം നനയ്ക്കുന്നു. ഇനി ഇങ്ങനെയാണ് ഈ കിളികളൊക്കെ കുളിക്കുന്നത് അല്ലെങ്കിൽ ദേഹം നനയ്ക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദേഹത്തെ ശുദ്ധി വരുത്താൻ വേണ്ടി ചെയ്യുന്നതെങ്കിൽ, മറ്റൊരു പക്ഷിയുണ്ട് വെള്ളത്തിൽ അല്ല കുളിക്കുന്നത്. എന്ന് പറയാമോ ഏത് പക്ഷിയാണ് വെള്ളത്തിലല്ല തൻ്റെ ദേഹം ശുദ്ധി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ വീടുകളിലുള്ള കോഴി എങ്ങനെ കുളിക്കുന്നത് അല്ലെങ്കിൽ ദേഹം ശുദ്ധി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? പൂഴിയ മണ്ണുള്ളിടം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇളകിയ മണ്ണുള്ളിടം കണ്ടുപിടിച്ച് അവിടേക്ക് ചെന്നിരുത്ത് തൻ്റെ ചിറകിട്ടടിച്ച് ആ മണ്ണ് തെറിപ്പിച്ച് ദേഹത്തെല്ലാം വീഴിക്കും. കുറേ നേരം കഴിയുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ആ മണ്ണ് മുഴുവൻ ശക്തിയായി കുടഞ്ഞു കഴിയുമ്പോൾ ആ മണ്ണൊക്കെ പോകും, തൻ്റെ ദേഹം ശുദ്ധിയാകും, തനിക്ക് വേണ്ട എന്ന് തോന്നി കളയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അതിലൂടെ പോകും എന്നാണ് ആ പക്ഷി ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ എന്തുദ്ദേശിച്ചാണ് കുളിക്കുന്നത്? നമ്മുടെ ദേഹം ശുദ്ധിയാകണം, നമ്മുടെ ആ അശുദ്ധമായത് ദേഹത്തുള്ള മണ്ണ് ചെളിയൊക്കെ പോകണം, വിയർപ്പ് നാറ്റം പോകണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ കുളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ഒരു കുളി അല്ലെങ്കിൽ ഒരു മാറ്റം, ഇപ്പോൾ ഉള്ളതിനൊരു മാറ്റം വരണമെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ, എൻ്റെ സംസാര ശൈലി ഇന്നത്തേതിനേക്കാൾ വ്യത്യസ്തമാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ചിന്തയെ മാറ്റാൻ തയ്യാറാകണം. സാധാരണയായി നമ്മുടെ സംസാര ശൈലി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? നല്ല സംസാര ശൈലി ഉള്ളവരുടെ കൂടെ കൂടി അവരിൽ നിന്ന് കേട്ട്, അവരോട് സംസാരിച്ച്, അവരിൽ നിന്ന് സൗമ്യതയുള്ള, വളരെ ഭവ്യതയോടുള്ള സംസാരം കേട്ടിട്ട് അത് അനുകരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിനും മാറ്റം വരുത്തണം. അപ്പോൾ സംസാരം മാറ്റുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. നമ്മുടെ സ്വഭാവം നല്ലതാണെന്ന് തിരിച്ചറിയാൻ ഒരു എളുപ്പമാർഗം നമ്മുടെ സംസാരം കേട്ട് നോക്കിയാൽ മതി. നമ്മുടെ സംസാരം ശരിയല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവും ശരിയല്ല. ചിലർ ചിന്തിക്കുന്നത് ചീത്ത വാക്കുകൾ പറയുന്നത് രസമാണെന്ന്. അല്ല. കൊള്ളരുതാത്ത വാക്കുകൾ, സഭ്യമല്ലാത്ത വാക്കുകൾ, ചീത്ത വാക്കുകളൊക്കെ പറയുന്നത് നല്ലതല്ല. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് ചീത്തയാക്കും, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് കൊള്ളരുതാത്തതാക്കും എന്നുള്ളത് പലപ്പോഴും പലരും മറന്നു കളയാറുണ്ട്. വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചീത്ത വാക്കുകൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സംസാരം ശരിയാക്കി വെക്കുള്ളൂ. ഇന്ന് എൻ്റെ സംസാരം ശരിയല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നു, ദൈവമേ അങ്ങേ പോലെ ആകുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം എന്നിലുണ്ടാകുവാൻ, സൗമ്യതയും സഭ്യതയുമുള്ള വാക്കുകൾ സംസാരിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ, എനിക്ക് അതിനുള്ള ബോധം തരണമേ, അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാമെങ്കിൽ ദൈവം അതിന് വഴികളെ ഒരുക്കും. നമുക്കറിയാം, ശുദ്ധി ചെയ്യുന്നത് വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ചിന്തയിലും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ പ്രവൃത്തികളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എന്തിനെന്നറിയാമോ? ദൈവം പറയുന്നു, ദൈവം അശുദ്ധിയെ ഇഷ്ടപ്പെടുന്നില്ല. അശുദ്ധമായത് സ്വഭാവവും
ചിന്തകളും പ്രവൃത്തികളും ഉള്ളവരെ ദൈവം വെറുക്കുന്നു. അതായത് ഇങ്ങനെയുള്ള അശുദ്ധിക്കൊക്കെ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് പാപം എന്നാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവം അംഗീകരിക്കാത്ത പ്രവൃത്തികള്, ചിന്തകള്, സംസാരങ്ങളൊക്കെ പാപത്തിൻ്റെ പട്ടികയിൽ പെടുന്നു. അങ്ങനെയുള്ള ദൈവം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പാപം കൊണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുകയില്ല. അങ്ങനൊരു വഴി നമുക്ക് ഉണ്ടായി വരത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. ദൈവമേ, എന്നിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ ദൈവം നോക്കുമ്പോൾ പാപപ്രവൃത്തികൾ, പാപചിന്തകൾ, പാപ സംസാരങ്ങൾ, പാപ ജീവിത ശൈലികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയുകയും ശുദ്ധിയുള്ളവരായി വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.